ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിനെ കൊല്ലുന്നതായിട്ടൊരു ദുസ്വപ്നം കണ്ടിട്ടാണ് റൂമിലേക്ക് വന്നിട്ടുള്ളത്. സിദ്ധുവിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. സിദ്ധു ആണെങ്കിൽ അവളോട് തമാശയായിട്ട് പറയുന്നുമുണ്ട്, ഇനിയും നീ പോയിട്ട് ഇങ്ങനെയുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ നിനക്ക് പേടിയാവുമല്ലോ, അതിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് കിടന്നാൽ മതി. സിദ്ധു തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും ചന്ദ്രിക വല്ലാത്ത ടെൻഷനിലാണ് ഉണ്ടായിരുന്നത്. അവളുടെ മുഖത്തത് കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ കണ്ട സ്വപ്നം പോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം അവളിലുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക വന്ന് എൻ്റെ അടുത്ത് കിടക്ക്. അപ്പോൾ ചന്ദ്രിക വിഷമത്തോടെ പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പൊന്നും അങ്ങനെ ഒന്നിച്ച് കിടക്കാൻ പാടില്ല സർ. അപ്പോൾ പിന്നെ എന്നെ വന്ന് ആരെങ്കിലും കൊന്നാലോ? സിദ്ധു തമാശയോടെ പറയാണ്. എന്തിനാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും നടക്കില്ല ചന്ദ്രിക. അങ്ങനെ എനിക്ക് നടക്കരുത് എന്നാണെങ്കിൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണ്ടേ? നീ വന്ന് എൻ്റെ അടുത്ത് കിടക്ക് ചന്ദ്രിക. സാർ, ഒരു കാര്യം ചെയ്യാം, സാറ് ഈ റൂമിൻ്റെ അകത്ത് കിടക്ക്, ഞാൻ വാതിൽ പൂട്ടിയിട്ട് റൂമിൻ്റെ പുറത്ത് കിടക്കാം. അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ആർക്കും അകത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. ഈ ഐഡിയ എങ്ങനെയുണ്ട്? ചന്ദ്രിക ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. സിദ്ധു അയ്യോ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ചന്ദ്രിക, വളരെ മോശം ഐഡിയ ആണ്. അതെന്ത് സാർ? പിന്നെ അല്ലാതെ ചന്ദ്രിക, നീ എൻ്റെ കൂടെ കിടക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പേടി വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റും. അത് കേട്ട് ചന്ദ്രിക ചോദിക്ക്, എന്താ പറഞ്ഞത്? കെട്ടിപ്പിടിച്ച് കിടക്കാനോ? അയ്യോ, അങ്ങനെ കെട്ടിപ്പിടിക്കുകയല്ല ചന്ദ്രിക, എനിക്ക് പേടി വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാലോ, അതാ ഉദ്ദേശിച്ചത്. അത് കേട്ടപ്പോൾ സിദ്ധുവിൻ്റെ ചിരിയും കൂടെ കണ്ടപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് മനസ്സിലായി, സാറ് പേടി കൊണ്ടല്ല എന്നോട് കൂടെ കിടക്കാൻ പറയുന്നത്. സാറ് മനസ്സിൽ മറ്റൊരു കാര്യം ചിന്തിച്ചു കൊണ്ടാണ് എന്നോട് കൂടെ കിടക്കാൻ പറയുന്നത്. അതിന് എന്നെ കിട്ടില്ല. അപ്പോൾ സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. അവൻ അത്രയും നേരം പറഞ്ഞിട്ട് ഇപ്പോഴാണ് ചന്ദ്രയ്ക്ക് അക്കാര്യം മനസ്സിലായത് എന്നിപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ശരി കാണാലോ, ഇനി എത്ര കാലം ഇതും പറഞ്ഞ് നീ പോകുന്നു? അയ്യോ ഒന്ന് പോ സാർ, ഞാനാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സാറാണെങ്കിൽ മറ്റെന്തൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. അപ്പോൾ സിദ്ധു വീണ്ടും മുഖത്ത് ഗൗരവമൊക്കെ വരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രിക, ഇനിയിപ്പോൾ നീ പോയതിന് ശേഷം എന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നാലോ? നിങ്ങളെ ആരും ഒന്നും വന്ന് ചെയ്യില്ല. സാറ് ഉറങ്ങാൻ നോക്ക്, ഞാൻ കതകു അടച്ചിട്ട് പോവുകയാണ്. ചന്ദ്രിക ഡോറിനടുത്തെത്തിയപ്പോൾ സിദ്ധു വീണ്ടും വിളിച്ചു പറയാണ്, ചന്ദ്രിക. എന്താ സാർ? അനങ്ങാതെ കിടന്നുറങ്ങി എന്നെ വന്ന് വിളിച്ചുണർത്തിയിട്ട് ഇതുപോലെ പേടിപ്പിച്ചിട്ട് പോയില്ലേ, ഇനി ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങുക? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സാറ് ആർക്കും ഭയപ്പെടുന്ന ആളല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭയപ്പെടുന്ന പോലെ അഭിനയിക്കാൻ നിൽക്കാതെ സംസാരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. അവൾ വാതിൽ ചാരിയിട്ട് പോവുകയാണ്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ നാണത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉറക്കം പോയി, ഈ ചന്ദ്രികയെ കൊണ്ട് തോറ്റു. അവനിങ്ങനെ നാണത്തോടെ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രിക മുത്തശ്ശനുള്ള ചായയായിട്ട് വരികയാണ്. എന്നിട്ട് അത് കൊടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും വേണോന്ന്. വേണ്ട. അതിനുശേഷം ജാനകിക്കും ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവൾ തിരിച്ചു നടന്നപ്പോൾ മുത്തശ്ശൻ അവളെ വിളിക്കുന്നുണ്ട്, ചന്ദ്രിക ഒന്നിങ്ങോട്ട് വാ. എന്താ മുത്തശ്ശ? അമ്മ എവിടെ പോയി? അമ്മ ക്ഷേത്രത്തിൽ പോയതാ. നിനക്കും സിദ്ധുവിനും ഇനി ജീവിതത്തിൽ മോശം കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനും നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാനും വേണ്ടി നിന്റെ അമ്മ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു, അതിന് പോയതാവും, അദ്ദേഹം പറയാണ്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, അച്ഛാ, ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും നല്ല സ്വഭാവത്തിനും ചന്ദ്രികയുടെ തങ്കമാർന്ന സ്വഭാവത്തിനും അവർക്ക് ഒന്നും സംഭവിക്കില്ല. അവർക്ക് എപ്പോഴും ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. എന്തോ സിദ്ധുവിന് മോശ സമയമായിരുന്നു. മേഘ കാരണം അവൻ്റെ കല്യാണം വരെ നിന്നു പോവേണ്ടി വന്നു. അത് കേട്ട് ചന്ദ്രികയ്ക്കും വല്ലാത്ത സങ്കടം തോന്നുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ആരൊക്കെ വിചാരിച്ചാലും ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം നിർത്താൻ സാധിക്കില്ല. അപ്പോഴേക്കും ജ്യോത്സരെയും കൂട്ടിക്കൊണ്ട് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ അദ്ദേഹത്തോട് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒക്കെ സുഖമായി. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ വീട്ടിലും അവസാനിച്ചല്ലോ. അതേ ജ്യോത്സരെ, എല്ലാ പ്രശ്നങ്ങളും നല്ല നിലയിൽ തന്നെ അവസാനിച്ചു. എല്ലാം ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും ഭാഗ്യം കൊണ്ടാണ്. എൻ്റെ കൊച്ചുമക്കളുടെ നിന്നുപോയ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. അവരുടെ രണ്ടുപേരുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവുള്ളൂ. ഒരു നല്ല മുഹൂർത്തം നോക്കി പറഞ്ഞു തരൂ. അതിനെന്താ, ഇപ്പം തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് എടുത്ത് നോക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയോട് ജ്യോത്സർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കോഫി എടുത്ത് വരാൻ വേണ്ടി മുത്തശ്ശൻ പറയുകയാണ്. അവൾ അതിനു വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അത് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത വെള്ളിയാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്, അന്നേക്ക് തന്നെ കല്യാണം വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമേ നല്ല മുഹൂർത്തമുള്ളൂ. അത് കേട്ടപ്പോൾ തന്നെ ജാനകി പറയുന്നുണ്ട്, അടുത്ത മാസം വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, അടുത്ത വെള്ളിയാഴ്ച തന്നെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്താം.
ജാനകി പറയുന്നത് ശരിയാണ് അല്ലേ മഹേന്ദ്ര? മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. മഹേന്ദ്രനും അത് സമ്മതം തന്നെയായിരുന്നു. കല്യാണം എവിടെ വെച്ച് നടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജ്യോത്സ്യർ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരു സ്ഥലത്തുള്ള മുരുകൻ കോവിൽ വെച്ച് നടത്താമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന്. അപ്പോൾ മഹേന്ദ്രനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും വേറെ ഒബ്ജക്ഷൻ വെച്ചിട്ടുണ്ടോ? എന്തിനാ അച്ഛാ അത്രയും ദൂരം? മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. കാരണമുണ്ട് മഹേന്ദ്ര, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം അവിടെ വെച്ചാണ് നടന്നത്. എനിക്കും അവിടെ വെച്ച് തന്നെയാണ് കല്യാണം നടന്നത്. നിനക്കും ഞാൻ അവിടെ വെച്ച് തന്നെയായിരുന്നല്ലോ കല്യാണം നടത്തിയത്. ഇനി എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണം കൂടെ അവിടെ വെച്ച് നടത്തുവാണെങ്കിൽ അവരുടെ ജീവിതവും നന്നായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എല്ലാവരുടെയും വിവാഹ ജീവിതം നന്നായിട്ട് കൊണ്ടുപോയ ആ മുരുകൻ എൻ്റെ കൊച്ചുമക്കളുടെ ജീവിതവും നന്നായി തന്നെ കൊണ്ടുപോകുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് കല്യാണം നടത്താമെന്ന് പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ജാനകിക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ അത് സമ്മതിക്കുകയാണ്. അതുമാത്രമല്ല, ജാനകി സങ്കടത്തോടെ പറയാണ്, പക്ഷേ എൻ്റെ കല്യാണം മാത്രം എന്താ അച്ഛാ അവിടെ വെച്ച് നടത്താതിരുന്നത്? അതുകൊണ്ടായിരിക്കുമോ എൻ്റെ വിവാഹ ജീവിതം ശരിയാവാതെ പോയത്? ജാനകി കരഞ്ഞുകൊണ്ട് അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റിന് ദൈവത്തിന് എന്തിനാ മോളെ കുറ്റം പറയുന്നത്? ജാനകി പറഞ്ഞതും ഒരു ഭാഗത്ത് ശരി തന്നെയാണ് മഹേന്ദ്ര. ഒരുപക്ഷെ ജാനകിയുടെ വിവാഹവും അവിടെ വെച്ച് നടത്തിയിരുന്നെങ്കിൽ വാസു ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു. അവളുടെ വിവാഹ ജീവിതവും ഒരുപക്ഷെ നന്നായി തീരുമായിരുന്നു. ജാനകി വേഗം കണ്ണു തുടച്ചുകൊണ്ട് ചിരിച്ചിട്ട് പറയാണ്, അത് വിട്ടേക്കച്ചാ, എനിക്ക് എൻ്റെ മക്കളുടെ ജീവിതം നന്നായാലും മതി. അവരുടെ സങ്കടം അവർ പുഞ്ചിരിച്ചുകൊണ്ട് മറച്ചു പിടിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ അച്ഛനോട് പറയുന്നുണ്ട്, ഇനി എന്താ അച്ഛാ, നമ്മുടെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുരുകൻ കോവിലിൽ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് നടത്താം. മുത്തശ്ശനും അത് കേട്ടപ്പോൾ സമാധാനമായി. അപ്പോഴേക്കും ചന്ദ്രിക അദ്ദേഹത്തിനുള്ള കോഫി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിന്റെ ജീവിതവും ഇനി ഒരു പ്രശ്നവും ഇല്ലാതെ നന്നായിട്ട് തന്നെ പോട്ടെ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ ചന്ദ്രികയ്ക്കും സന്തോഷമാവുകയാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ പോയപ്പോൾ ജാനകി സംശയത്തോടെ ഏട്ടനോട് ചോദിക്കുകയാണ്, ഏട്ടാ, കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ കല്യാണക്കത്തൊക്കെ അടിച്ചിട്ട് എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റുമോ? അമ്മ, അതിനെക്കുറിച്ച് അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. സിദ്ധുവാണ് ചിരിച്ചുകൊണ്ട് പറയുന്നത്, നീ എന്താ പറയുന്നത് സിദ്ധു? 2000 കല്യാണക്കത്തിനുള്ള ഓർഡർ ഇൻവിറ്റേഷൻ ഞാൻ ഓൾറെഡി അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കല്യാണം ഏത് തീയതിയിലാണെന്നും എവിടെ വെച്ചാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കേട്ട് ജാനകി ചിരിച്ചുകൊണ്ട് അച്ഛനെ നോക്കുവാണ്. അപ്പോൾ മുത്തശ്ശനും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നോക്ക് നമ്മുടെ സിദ്ധു എത്ര ഫാസ്റ്റ് ആണെന്ന്. മുത്തശ്ശ, അതെ അച്ഛാ, അവനും എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് വേണ്ടി ഇത്രയധികം കാത്തു നിൽക്കുക. മഹേന്ദ്രനും സിദ്ധുവിനെ കളിയാക്കുവാണ്. ചന്ദ്രിക നാണത്തോടെ നിൽക്കുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട്. അപ്പോൾ മഹേന്ദ്രൻ സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു, അച്ഛൻ പഴനിയിലുള്ള മുരുകൻ കോവിലിൽ വെച്ചിട്ട് കല്യാണം നടത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, അതെന്തിനാ മുത്തശ്ശ പഴനി ഇത്രയധികം ദൂരത്തേക്ക്? അതെ സിദ്ധു, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കല്യാണം പഴനിയിലെ മുരുകൻ കോവിലിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ജീവിതവും നന്നായിട്ടാണ് പോയത്. അതുകൊണ്ട് നിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണവും അവിടെ വെച്ച് നടത്താമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. സൂപ്പർ മുത്തശ്ശ. അപ്പോൾ ചന്ദ്രികയോട് സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, താൻ ഓക്കെ അല്ലേ? മുത്തശ്ശനും അച്ഛനും എവിടെ വെച്ചാണോ കല്യാണം നടത്താൻ വിചാരിക്കുന്നത് അവിടെ വെച്ച് തന്നെ നമ്മുടെ കല്യാണം നടത്തിയാൽ മതി. ചന്ദ്രികയും പറയുന്നത് കേട്ടപ്പോൾ മഹേന്ദ്രനും മുത്തശ്ശനും പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, കണ്ടില്ലേ സിദ്ധു, ചന്ദ്രിക നിന്നെ കാണുമ്പോൾ നാണത്തോടെ ചിരിക്കുകയാണ്. മേഘ മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് മനീഷ് അതുവഴി വരുന്നത്. മനീഷ് അവളെ കണ്ടപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. മേഘയും അവനെ കണ്ടിട്ട് ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. മനീഷ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ വിളിക്കുകയാണ്, മേഘ. അപ്പോൾ മേഘ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ കാണാൻ വന്നത്? ഞാൻ ചത്തോ ഇല്ലയോ എന്ന് അറിയാൻ വന്നതാണോ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്കിക്കോ. നീ കാരണമാണ് എനിക്ക് ഇത്രയും നാണക്കേടും അപമാനവും സഹിക്കേണ്ടി വന്നത്. മനീഷ് മറുത്തൊന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. കാരണം അവൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റുണ്ടായിരുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പരിചയപ്പെട്ടതും നിൻ്റെ കൂടെ പെരുമാറിയതുമാണ്. ഇപ്പം വരെയും അതിനുള്ള ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ നിൻ്റെ അടുത്ത് പോയതല്ലേ, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത്? മനീഷ് ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിൻ്റെ കൂടെ വന്ന് ഒന്നിച്ച് ജീവിക്കുന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ നിൻ്റെ മനസ്സിൽ? അത് ഈ ജന്മത്തിൽ നടക്കുന്നു നീ കരുതണ്ട. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ചന്ദ്രിക സംരക്ഷിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് നീ സമാധാനിക്കൊന്നും വേണ്ട. എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുട്ടിയെ തീർച്ചയായിട്ടും ഞാൻ അബോർട്ട് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. അത് കേട്ടതും മനീഷ ആകെ ഞെട്ടി നിൽക്കുകയാണ്.
മനീഷ് യാചിച്ചുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, മേഘ പ്ലീസ് മേഘ, എന്നോടുള്ള ദേഷ്യത്തിന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിക്കരുത്. എനിക്ക് നീ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, പക്ഷേ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, ഞാൻ എന്തായാലും നശിപ്പിക്കും. മേഘ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. മനീഷ് അവളുടെ ബാക്കിൽ കൂടെ നടന്ന് യാചിക്കുന്നുണ്ട്, മേഘ 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 പ്ലീസ്. മേഘ, ദേഷ്യം കൊണ്ട് നീ തെറ്റായ തീരുമാനങ്ങൾ എടുക്കല്ലേ മേഘ. നിന്നെയും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം മേഘ. മേഘ, പ്രിയയെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചോളാം. നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ ജീവിക്കാം മേഘ. നീ എന്തിനാ തനിച്ച് ജീവിച്ച് കഷ്ടപ്പെടുന്നത്? നീ വാടക വീട് അന്വേഷിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. നീ എൻ്റെ കൂടെ വാ മേഘ. നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നെ വിശ്വസിക്കും മേഘ. നീ എൻ്റെ കൂടെ വാ മേഘ, പ്ലീസ് മേഘ. മേഘ ആണെങ്കിൽ ഒരു ഇതുമില്ലാതെ മയവും ഇല്ലാതെ ദേഷ്യത്തോടെ നടക്കുവാണ്. അവൾക്ക് പിന്നാലെ നടന്ന് യാചിച്ചുകൊണ്ടാണ് മനീഷ് ഇങ്ങനെ സംസാരിക്കുന്നത്. മുഴുവൻ കേട്ടതിന് ശേഷം മേഘ അവിടെ നിന്നിട്ട് മനീഷിനെ നോക്കിക്കൊണ്ട് പറയാണ്, എന്ന് നീ പണക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് എൻ്റെ വിശ്വാസം നേടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നോ, അന്ന് മുതൽ നിന്നോടുള്ള എൻ്റെ വിശ്വാസം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മനീഷ് ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ആ നിമിഷം തൊട്ട് ഞാൻ നിന്നെ വെറുക്കാൻ തുടങ്ങിയതാണ്. ആ വെറുപ്പ് ഇനിയും പോയിട്ടില്ല. അത് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ അടുത്ത് നിന്ന് പോവുകയുമില്ല. നിന്നെപ്പോലൊരു വിശ്വാസവഞ്ചകൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ചത്തുപോകുന്നതാണ്. മനീഷിന് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു മേഘയുടെ സംസാരം കേട്ടിട്ട്. എൻ്റെ കൺമുന്നിൽ പോലും നീ ഇനി വരാൻ പാടില്ല. മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ നോക്ക് മേഘ. മേഘ മേഘ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് മേഘ, പ്ലീസ്. നടു റോഡാണെന്ന് പോലും നോക്കാതെ ഞാൻ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നീ നാണം കെടും. അതുകൊണ്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മേഘ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ മനീഷ് പിന്നെ ഇങ്ങനെ യാചനയോടെ വിളിക്കുന്നുണ്ട്, മേഘ മേഘ പറയുന്ന കേൾക്ക് മേഘ, പ്ലീസ് മേഘ. മേഘ മനീഷിനെ പുല്ല് വില പോലും കൽപ്പിക്കാതെ അവിടെ നിന്ന് പോവാണ്. അവൻ വല്ലാത്ത സങ്കടത്തോടു കൂടി അവൾ പോകുന്ന നോക്കി നിൽക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ ചന്ദ്രികയും സിദ്ധുവും കൂടി കാറിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, മലരി പറഞ്ഞതൊക്കെ നമ്മൾ വാങ്ങിയില്ലേ? ഒക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ചന്ദ്രിക ചെറിയൊരു നാണത്തോടെ പറയാണ്, എന്നാൽ ഒരു സാധനം മാത്രം വാങ്ങിക്കാൻ മറന്നുപോയി. അയ്യോ, അതെന്താ വാങ്ങിക്കാൻ മറന്നുപോയത്? മലര് പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു, പക്ഷെ ഞാൻ സാറിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വാങ്ങിക്കാൻ മറന്നു. അപ്പോഴാണ് സിദ്ധുവിനും അത് ഓർമ്മ വന്നത്. അയ്യോ ചന്ദ്രിക, മറന്നുപോയി ചന്ദ്രിക, നീ എന്നോട് ചോദിച്ച കാര്യമേ ഞാൻ മറന്നുപോയി. ചന്ദ്രിക, ഇപ്പം തന്നെ പറയൂ ചന്ദ്രിക, നിനക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ഞാൻ ചോദിച്ച കാര്യം എനിക്കിട്ടില്ല, രാത്രിയായി കഴിഞ്ഞു. സിദ്ധു ടൈം നോക്കിയിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക എന്താണെന്ന് മാത്രം പറ. ഇപ്പം കിട്ടില്ല എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാലോ? ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. പറ, എന്തായിരുന്നു വേണ്ടത്? വേണ്ട വേണ്ട, മണി ഇപ്പം തന്നെ 10 കഴിഞ്ഞു. ഇപ്പോൾ പോയാൽ എവിടുന്നും കിട്ടില്ല. ചന്ദ്രിക എന്താ വേണ്ടത് എന്ന് മാത്രം പറ. കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ പോയി നോക്കിയാലല്ലേ അറിയുള്ളൂ. പറ, എന്താ വേണ്ടത്? അപ്പോൾ ചന്ദ്രിക നാണത്തോടെ പറയാണ്, ഞാൻ സാറിനോട് എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ സാറത് മറന്നുപോയി. അയ്യോ, അതായിരുന്നല്ലേ. സോറി ചന്ദ്രിക. മലര് ഒരുപാട് ടോയ്സൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിക്കുന്ന തിരക്കിൽ ഞാൻ ഈ ഒരു കാര്യമേ മറന്നുപോയി. സോറി ചന്ദ്രിക. ചന്ദ്രിക, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? മുല്ലപ്പൂ അല്ലേ? നമ്മളിപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സിറ്റിയിലേക്ക് പോയിന്ന് വെക്ക്. നമുക്കിപ്പോൾ തന്നെ മുല്ലപ്പൂ എന്തായാലും കിട്ടും. വേണ്ട വേണ്ട, എല്ലാവരും സാധനങ്ങൾ എടുത്തു വെച്ച് കട ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയമായിരിക്കും. നാളെ രാവിലെ കട തുറക്കാൻ വേണ്ടിയിട്ട്. നാളെ രാവിലെ കട തുറന്നതിന് ശേഷം സാറ് വാങ്ങി തന്നാൽ മതി. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ചന്ദ്രിക, അത് പറഞ്ഞാൽ പറ്റില്ല. നീ ആദ്യമായിട്ട് ആഗ്രഹത്തോടെ എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ നിനക്ക് വാങ്ങിത്തരാതിരുന്നാൽ എനിക്ക് തന്നെ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കും. നമുക്ക് ഇപ്പം തന്നെ പോയി വാങ്ങിക്കാം. സിദ്ധു കാർ അവിടെ ബ്രേക്ക് ചെയ്യാണ്. സാർ എന്തിനാ കാറ് നിർത്തിയത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ സാർ, ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ എവിടെയോ പൂവ് കിട്ടില്ല സാർ. വാ സാർ, നമുക്ക് വീട്ടിലേക്ക് പോവാം സാർ. ഞാൻ വെറുതെ പറഞ്ഞു പോയതാ സാർ. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്നല്ലേ പറഞ്ഞത്. മിണ്ടാതെ നിൽക്ക് എന്ന് പറഞ്ഞ് സിദ്ധു കാറിൻ്റെ ഡോറ് തുറന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ വണ്ടിയിൽ നിന്ന് പിറുപിറുക്കുന്നുണ്ട്. അയ്യോ, ഈ സമയത്ത് എവിടെയും പൂവ് കിട്ടില്ല. ഈ സാർ എവിടെയാണ് പോയതെന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് സിദ്ധു ആണെങ്കിൽ ഡോറ് തുറന്നിട്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചന്ദ്രികയുടെ ശ്രദ്ധ മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് പോവുകയാണ്. അയ്യോ, മറന്നു പോയ ആളെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്, വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം സിദ്ധുവിനെ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. സാർ സാർ, ചന്ദ്രിക വിളിച്ചു നോക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് പോയത് സാർ? ചന്ദ്രിക കാറിൻ്റെ 2 ഭാഗത്തായിട്ട് വന്ന് നോക്കുകയാണ്, പക്ഷെ സിദ്ധുവിനെ അവിടെയൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും കാറിൻ്റെ പിൻഭാഗത്ത് നിന്നായിട്ട് സിദ്ധു വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിറയെ ഒരു വലിയ കുട നിറച്ചും മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ മുല്ലപ്പൂവും അതുപോലെ തന്നെ മറ്റുള്ള വേറെന്തൊക്കെയോ പൂവുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക നീട്ടിക്കൊണ്ട് സിദ്ധു പറയാണ്, ഇന്നാ. ചന്ദ്രിക ശരിക്കും അതിശയിച്ച് പോയിട്ടുണ്ടായിരുന്നു. സാർ, ഒരു കൂട് നിറയെ മുല്ലപ്പൂവോ?
അതെ, നീയല്ലേ എന്നോട് ചോദിച്ചത്. എന്താ ചന്ദ്രിക, നീ ചോദിച്ച മുല്ലപ്പൂ കിട്ടിയോ? സാർ, ഞാൻ ഒരു മുഴ മുല്ലപ്പൂവിനാണ് ചോദിച്ചത്, പക്ഷെ നിങ്ങൾ ഒരു കൂടെ നിറയെ മുല്ലപ്പൂവാണല്ലോ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത്. ഇത് എപ്പോഴും സാർ വാങ്ങിച്ചത്? അതാണോ? അത് എപ്പോഴാന്ന് വെച്ചാൽ നീ മലറിലെ ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടില്ലേ, ആ സമയം ഞാനൊരു കൂടെ നിറയെ മുല്ലപ്പൂ വാങ്ങിയിട്ട് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചതായിരുന്നു. എന്താ, നിനക്കിതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാതിരുന്നത്. എങ്ങനെയുണ്ട്? സിദ്ധു ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ചന്ദ്രിക ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സിദ്ധു അത് വാങ്ങിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ചന്ദ്രിക, നീ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞാൻ വാങ്ങിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചന്ദ്രിക, നീ ഒരു പൂവ് മാത്രമല്ല, ഈ ഒരു സമയത്ത് നീ എൻ്റെ ജീവൻ ചോദിച്ചാൽ അതുവരെ ഞാൻ നിനക്ക് വേണ്ടി തരും. സിദ്ധു കുറച്ചൊരു വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രിക അവൻ്റെ വായ പൊത്തിപ്പിടിക്കുകയാണ്. സാർ, ഇങ്ങനെയൊന്നും പറയരുതേ സാർ. എന്നിട്ട് ചന്ദ്രികയ്ക്ക് നേരെ ആ മുല്ലപ്പൂ കൊടുക്കുകയാണ് സിദ്ധു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സാറ് തന്നെ വെച്ച് തന്നാൽ മതി. അവർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് മാറിയിട്ട് മഹേഷ് നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. അവനൊരു ബൈക്കിൽ വന്ന് നിന്നതാണ്. അവൻ അവരെയും കണ്ടിട്ടില്ല, അവരവനെയും കണ്ടിട്ടില്ല. അപ്പോൾ ചന്ദ്രിക മുല്ലപ്പൂ സിദ്ധുവിനോട് വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ തന്നെ അത് ലെവലാക്കിയിട്ട് ചന്ദ്രികയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് സിഗരറ്റ് വലിച്ചു തീർന്നിട്ട് മഹേഷ് വണ്ടിയിലേക്ക് കയറാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ തൻ്റെ കൺമുന്നിലായിട്ട് ആ കാഴ്ച കാണുന്നത്, ചന്ദ്രികയ്ക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്ന സിദ്ധുവിനെ. എന്നെ ഒഴിവാക്കിയിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കുകയാണോ നീ? ഈ ജന്മത്തിൽ നിനക്കവനെ കല്യാണം കഴിക്കാൻ പറ്റും നീ കരുതണ്ട. സിദ്ധാർത്ഥിൻ്റെ കഥ ഇപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കും. അവൻ നിനക്ക് വെച്ച് തരുന്ന മുല്ലപ്പൂ വാടുന്നതിനുള്ളിൽ അവൻ്റെ ജീവിതം തന്നെ അവസാനിക്കും. തൻ്റെ കൺമുന്നിലുള്ള കാഴ്ച കാണുന്തോറും മഹേഷിൻ്റെ ഉള്ളിലുള്ള പ്രതികാരവും ദേഷ്യവും കൂടിക്കൂടി വരികയാണ്. അവനിങ്ങനെ വാശിയോടെയും ദേഷ്യത്തോടും കൂടിയാണ് സിദ്ധുവിനെയും ചന്ദ്രികയെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.